ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതാ രണ്ട് പൂച്ചക്കുട്ടികൾ വന്ന് എൻ്റെ മുന്നിലിരിക്കുകയാണ്. ഇത് പൂച്ചക്കുട്ടിയെന്ന് പറയാൻ പറ്റൂല, ഇത് പൂച്ച മുതുക്കുകളാണ്. രണ്ട് മുതുക്ക് പൂച്ച എൻ്റെ മുന്നിലിരിപ്പുണ്ട്. ഈ കറുത്ത പൂച്ചയുടെ പേര് കരിമൂഞ്ചി. ഇതിനെ ഞാൻ കുഞ്ഞിലേ കരിമൂഞ്ചി കരിമൂഞ്ചി എന്ന് വിളിച്ച് ഇപ്പോഴും അതിൻ്റെ പേര് കരിമൂഞ്ചി എന്നായി കേട്ടാ. അതിൻ്റെ ആ മൂക്കിലെ കറുപ്പും പിന്നെ കറുത്ത നിറവും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കരിമൂഞ്ചി എന്ന് വിളിച്ചത് കേട്ടാ. പിന്നെ ഇതിനൊരു പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ പേരേ മറന്നുപോയി. ഇപ്പോഴും എല്ലാവരും കരിമൂഞ്ചി കരിമൂഞ്ചി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് ചെല്ലപ്പേരാണ് കേട്ടോ അതിൻ്റെ. ഈ വെള്ളപ്പൂച്ചയുടെ പേര് വെള്ളപ്പനാണ്. അപ്പോഴും ഈ വെള്ളപ്പൂച്ചയ്ക്ക് പിന്നെ ഡബിൾ കണ്ണെന്നും പേരുണ്ട് കേട്ടോ. ഡബിൾ കണ്ണെന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ കണ്ണ് രണ്ടും കറുപ്പ്, രണ്ട് കളറാണ് കേട്ടോ. ഈ കിടക്കണ ഒരു മുതലല്ലേ, എൻ്റെ പൊന്നോ, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മീൻ വെട്ടാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് മീൻ അടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോണ ആളാണ് കേട്ടോ. ഈ പാവത്താനെ പോലെ കിടക്കണതൊന്നും നോക്കണ്ട. ആൾ ഭയങ്കര ഭീകരനാണ്. ഭീകരനല്ല, ഭീകരത്തിയാണ് കേട്ടോ. മേഡത്തിന് മീനൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ ഇരിക്കുന്ന സാറാണെങ്കിൽ അധികം അങ്ങനെ അടിച്ച് വാങ്ങിക്കാറില്ല. അപ്പോഴും കാണാൻ പുറത്തിരുന്ന് ഒരു നീട്ടി ഒരു വിളി വിളിക്കുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്കും കൊടുത്ത വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ 2 ദിവസം കൊണ്ട് ഇവള് വെള്ളമൊന്നും അങ്ങനെ വലുതായിട്ട് കുടിക്കുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, വീട് മാറിയത് കൊണ്ടായിരിക്കാം. അപ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ കാതിലെ ഒരെണ്ണം പിന്നെ ചെള്ള് കടിച്ചിരുന്നു, ഉണ്ണി പോലത്തെ എന്തോ ഒരു ചെള്ള്. പിന്നെ അതിനെയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ്. ഇത് കണ്ടില്ലേ, പുതിയ പിന്നെ നല്ല ശുദ്ധ വെള്ളയല്ലല്ല, മഞ്ഞ കളർ കയറായിരുന്നേ. ഇപ്പം കിടക്കണ അതിൻ്റെ കോലം കണ്ടില്ലേ, അവിടെ കിടന്ന് മെഴുകി വാരയാണ് കേട്ടോ ആശാത്തി. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിൽ തൊഴുത്തൊന്നും ഇല്ലയെന്ന്. അപ്പോഴും തിരിച്ചു വന്ന് ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചേ. എനിക്കെന്താന്ന് ഇന്നലെ തുടങ്ങിയ ഒടുക്കത്തെ തലവേദനയാണ്. ഇതുവരയ്ക്കും തലവേദനയ്ക്ക് ഒരു ശമനം ഇല്ലായിരുന്നേ. അപ്പോഴും ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. എന്തായാലും അവളെ അഴിച്ച് കെട്ടാതെ ഒരു തരത്തിലും പറ്റൂല. അങ്ങനെ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയേ. മഴയുണ്ടോ എന്ന് നോക്കാനാണ് കേട്ടോ, മഴക്കൂരാപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോഴും കാണാം നമ്മുടെ കൊങ്ങിണി ചെടിയിലാണെങ്കിൽ കൊങ്ങിണി പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇനി മഴയൊക്കെ ആയില്ലേ, ഇനി വെട്ടി ഒതുക്കിയൊക്കെ വിടണം. ഇത് എൻ്റെ ചൈനീസ് വത്സത്തിൻ്റെ കളക്ഷൻസാണ്. കളക്ഷൻസ് ഒന്നും പറയാൻ പറ്റൂല. 30 കളക്ഷൻസോളം ഉള്ളതായിരുന്നേ. ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും പിന്നെ വെറൈറ്റീസ് പലതും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നുമില്ല. ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് എല്ലാം പോയതാണ് കേട്ടോ. പിന്നീട് ഞാൻ അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്നും നുള്ളിപ്പറക്കിയൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ കൊണ്ടുവരണതാണ്. ഇതെൻ്റെ പൂന്തോട്ടം എന്ന് പറയാം. ഈ കാടും പോച്ചയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി അതിനെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുക്കണം. പിന്നെ എൻ്റെ കയ്യിൽ 30ഓളം വെറൈറ്റി റോസും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എണ്ണിപ്പറക്കി എടുത്താൽ ഒരു 5 വെറൈറ്റി കാണുമായിരിക്കും. എല്ലാം പോയി കേട്ടോ. ഒരുപാട് നാടൻ വെറൈറ്റീസും ഉണ്ടായിരുന്നേ, ഹൈബ്രിഡും ഉണ്ടായിരുന്നു, പിന്നെ ബോണിക്ക റോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഇവക്കുള്ള വൈക്കോലാണേ, ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം ഞാൻ അവളുടെ അടുത്ത് പോയപ്പോഴേ എന്നെ ഓടി ഒരു ചാട്ടം. അപ്പം ഞാൻ കരുതി എന്നെ ഇടിച്ച് തള്ളിയിടുമെന്നാണ്. പക്ഷേ അത് ഇടിക്കാനല്ലായിരുന്നു, സ്നേഹം പ്രകടിപ്പിക്കാനായിരുന്നേ. പിന്നെ ഇവളെ ഇവിടെ കെട്ടാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തൊഴുത്ത് അവൾക്ക് വേണ്ടി വച്ചിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഒരു ബാക്ക് സൈഡിൽ കൊണ്ട് ചുമ്മാതെ അങ്ങ് കൊണ്ട് കെട്ടിയതാണേ. അത്യാവശ്യം വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അവിടെ. ഇനി നമ്മളൊരു തൊഴുത്തൊക്കെ വയ്ക്കും. പിന്നെ ഇവിടെയാണെങ്കിലേ ഒരു 3 മുളക് നിൽപ്പുണ്ടായിരുന്നേ. നെയ് മുളകെന്നൊക്കെ പറയും, ഇവിടെ നമ്മൾ കാന്താരി മുളകെന്ന് പറയും. ഒത്തിരി ഭയങ്കര എരിവുള്ള മുളകാണ്. ഇതിൻ്റെ മണം ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഇത് നല്ല അടിപൊളിയാണ്. പക്ഷേ എന്ത് ചെയ്യുക, എനിക്ക് കുടിക്കാനൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം ഇറക്കി നിൽക്കുന്നതല്ലാതെ ഞാനിത് കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയെന്നെ. ഇതിന് നമ്മൾ വിത്ത് പാവി മുളപ്പിച്ച് പുതിയ തൈകളായിട്ട് എടുക്കാമല്ലോ എന്ന് കരുതി. പിന്നെ ഈ മുളക് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച മുളകാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഭാസ്കര മുളകെന്നാണ്. അടിപൊളി ഒരു മുളകാണ്. ഒത്തിരി പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതിനധികം കീടബാധയൊന്നും കണ്ടുവരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല കീടബാധയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞനായിട്ട് നിൽക്കുന്നതൊന്നും നോക്കണ്ട. നല്ല എരിവും രുചിയുമാണ് കേട്ടോ ഇതിന്. ചമ്മന്തി അരയ്ക്കാനും കറികൾക്കൊക്കെ ഇടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അച്ചാർ വയ്ക്കാനൊക്കെ മാങ്ങയും നാരങ്ങയൊക്കെ വയ്ക്കുമ്പോഴേ ഇത് കൂടെ അരിഞ്ഞ് അച്ചാർ വയ്ക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറിത്തോട്ടം. നിങ്ങൾ പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും
പച്ചക്കറി തോട്ടമൊന്നുമല്ല ഇതെനിക്ക് പച്ചക്കറി തോട്ടമാണ് കേട്ടോ. അത്യാവശ്യം മുളക് തൈ ഒന്നോ രണ്ടോ മുളക് തൈയും പിന്നെ 2-3 വഴുതനയും തക്കാളിയില്ല ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം. ഇവിടെ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കുമേ ഇതാ കിടക്കണ് 2 എണ്ണം. എൻ്റെ ശ്രീകുട്ടിയുടെ സോക്സിൻ്റെ പുറത്താണ് കേട്ടോ ഈ കിടക്കണത്. പിന്നെ എങ്ങനെ ഞാൻ വിരിച്ചിട്ടിട്ട് പോയതാണെന്നറിയാമോ? ഈ സെറ്റി ഇപ്പം കിടക്കണ കോലം കണ്ടില്ലേ? 2 പേരും കൂടെ അതിൻ്റെ പൊണ്ടയ്ക്കാണ് കയറി കിടക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ദോശയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് വയ്യ. രാവിലെ എണീറ്റപ്പോഴേ തല ഭയങ്കര വേദന ആയതുകൊണ്ടേ പിന്നെ തട്ടിക്കൂട്ടി ഒരു ഉപ്പുമാവ് ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉപ്പുമാവെന്ന് പറയണത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണേ. എനിക്ക് എന്തെന്നറിയില്ല, ഉപ്പുമാവ്, പുട്ട്, ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളേ എനിക്കിഷ്ടമില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ. കഴിക്കില്ലേന്ന് കേട്ടാൽ കഴിക്കും. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാനും കഴിക്കും. ഗതികെട്ടാൽ പുല്ലും തിന്നുമല്ലോ. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയില്ലല്ല, ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ഇട്ട് വഴറ്റി. പക്ഷേ ഞാനിതിൽ ഒരു കാര്യം ഇടാൻ മറന്നുപോയി. ഉഴുന്നും പരിപ്പ് ഞാനത് ഇടാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ അപ്പം കാണാൻ തേങ്ങയില്ല. പിന്നെ ഞാൻ വെളിയിൽ കിടന്ന ഒരു തേങ്ങ എടുത്ത് പൊതിച്ച് ഞാൻ അതിസാഹസികമായി തിരുവി പിന്നെ ആ തേങ്ങ കൊത്തും കൂടെ ഇട്ട് നല്ലോണം തിളപ്പിച്ച് പിന്നെ അതിലോട്ട് റവ പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തേ. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ഉപ്പുമാവ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കൊച്ചിലെ നമ്മളെ ശ്രീകുട്ടിയുടെയൊക്കെ നേഴ്സറിയിൽ ഈ ഉപ്പുമാവൊക്കെ അവിടുന്ന് കിട്ടുമേ. അപ്പോഴതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിളും പിന്നെ നിലക്കടലയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് അവിടെ പോയി ടീച്ചറിൻ്റെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസം ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ആ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടില്ല. എൻ്റേത് തട്ടിക്കൂട്ട് എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തതാണ്. അതാണ് ഉപ്പുമാവ്. ഇത് എൻ്റേത് ഉപ്പുമാവെന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഉപ്പുമാവ് തന്നെ. അങ്ങനെ ഈ ഉപ്പുമാവിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അടിച്ചപ്പോഴത്തേക്കേ ബാക്കിൽ നിന്നൊരു മ്യാവൂ 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 സൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ അവിടെ എനിക്കിന് കരിമൂഞ്ചി നിന്നിട്ട് പിന്നെ അവൾക്കും കുറച്ചെടുത്ത് കൊടുത്ത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും 2 പേര് അതാ കയറി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ പുള്ളിക്കാരിയും വെള്ളപ്പനും കൂടെ സെറ്റിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പിന്നെ അവരെ ചാടി വിളിപ്പിച്ചെടുത്ത് അവർക്കും ഫുഡ് കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാമെന്നും പറഞ്ഞ് ഒരു പ്ലേറ്റിൽ ഞാനും എടുത്ത് 2 പഴവും ഒക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യയ്യോ ഞാൻ ഇൻസുലിൻ എടുത്തില്ല എന്ന് പറഞ്ഞ് ഓടിയേ. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, ചടപടയെന്ന് പോയി ഇൻസുലിൻ എടുത്തു. അയ്യോ ഈ ഇൻസുലിൻ്റെ കഥയൊന്നും പറയണ്ട. 8 വർഷം കൊണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് മുതൽ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.